സി രവിചന്ദ്രൻ്റെ ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പുൽപാദന വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പുതിയതൊരെണ്ണം കറങ്ങി നടക്കുന്നുണ്ട്. ഈ പറയുന്ന ശശികല ടീച്ചറെ പോലും നാണിപ്പിക്കുന്ന ഒരു വിദ്വേഷ പ്രഭാഷണം ഇദ്ദേഹത്തിൻ്റെതായി ഇപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കേട്ടുവരാം. ഷാലി ഹബ്ദോയുടെ കാർട്ടൂണിനെയൊക്കെ പ്രകാശ് കാരാട്ട് പോലും എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് പടമാവാൻ പോകുന്നത് ചോദിച്ച കാര്യമുണ്ട്. വേറെയൊക്കെയാണ് കുഴപ്പമില്ല. ഹുസൈന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഹുസൈൻ സരസ്വതിയുടെ ചിത്രം വരച്ചു, വേറെ ആരാണ്ട് ചിത്രം വരച്ചു, അതിനകത്ത് നഗ്നതയുണ്ട്. എന്താ കുഴപ്പം? അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നോ പ്രോബ്ലം. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഇടതാണ് ഞങ്ങൾ. സി രവിചന്ദ്രൻ കമ്മ്യൂണിസത്തിനെതിരെയും പ്രകാശ് കാരാട്ടിനെതിരെയും സംസാരിക്കുകയാണ്. കാരണം പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില കാർട്ടൂണുകൾ പലരും വരച്ച സമയത്ത് അതിനെതിരെ ഇത്തരത്തിൽ പ്രകാശ് കാരാട്ടിനെ പോലുള്ളവരൊക്കെ ശബ്ദമുയർത്തിയിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് രവിചന്ദ്രൻ രംഗത്ത് വന്നിട്ടുള്ളത്. രവിചന്ദ്രൻ ചോദിക്കുന്നത് NF ഹുസൈൻ ഒരു ചിത്രം വരച്ച സമയത്ത്, സരസ്വതിയുടെ ചിത്രം വരച്ച സമയത്ത് നിങ്ങൾ എവിടെ പോയിരുന്നു, പ്രകാശ് കാരാട്ട് എവിടെ പോയിരുന്നു, കമ്മ്യൂണിസം എവിടെ പോയിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരച്ച ഒരു ചിത്രം, അത് ഒരു ഹിന്ദു മതത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല വരച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെയൊക്കെ പല ക്ഷേത്രങ്ങളിൽ തന്നെ പല തരത്തിലുള്ള ചിത്രങ്ങളും പല തരത്തിലുള്ള വിഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ചിത്രത്തെ ഇദ്ദേഹം വരച്ചു. അത് വളരെ വിവാദമായി. അദ്ദേഹത്തിന് പിന്നീട് ഇന്ത്യ വിട്ട് മറ്റു രാജ്യത്തേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹം കമ്പയർ ചെയ്യുകയാണ്. പ്രവാചകനെതിരെ കാർട്ടൂൺ വരച്ച ആളുകളെ വിമർശിക്കുന്നവരെ ഇദ്ദേഹം വിമർശിച്ചുകൊണ്ട്, അഥവാ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ അതേ സ്വരം തന്നെ, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ചെയ്തു എന്ന തരത്തിലുള്ള ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഇനി രവിചന്ദ്രന്റെ അടുത്ത വിദ്വേഷ പ്രസംഗം അത് നമുക്ക് കണ്ടുവരാം. കണ്ടൊരു പടം വന്നു, പത്താൻ എന്ന് പറയുന്ന പടം. പത്താൻ സാമ്പത്തികം വിജയിച്ച പടമാണ്. അതിനെതിരെ സംഘപരിവാറിന്റെ ആണെന്ന് തോന്നുന്നു കുറെ ഹാൻഡിൽസ് ഒക്കെ കുറെ വിമർശനങ്ങളൊക്കെ നടത്തി. അതിനെതിരെ ഇവിടെ ഭയങ്കര ഭീഷണിയായിരുന്നു. എന്താണ് ഇവന്മാര് വിജയിക്കുന്നത്, നമുക്ക് കയറി കാണാം ഈ പടം, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഹാൻഡിലുകളെല്ലാം വേണമായിരുന്നു. പടം വിജയിച്ചു, ഓക്കെ റൈറ്റ്, നല്ല കാര്യം. അത് കഴിഞ്ഞ് വേറൊരു പടം വന്ന് ഈശോ എന്ന് പറഞ്ഞൊരു പടം വന്നു. ഈശോ എന്ന് പറയുന്ന പടം ഈ പറയുന്ന ഈ ക്രിട്ടിക്കൽ ഏരിയയിൽ വരുന്ന പടമല്ല. ആ പടം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രൈസ്തവരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ കുറെ ആളുകൾ ബഹളമൊക്കെ ഉണ്ടാക്കി. അത് ഞങ്ങൾ പടം കയറത്തിന്. പക്ഷെ അതിനെതിരെയായിരുന്നു ആളുകൾ, മനസ്സിലായേ? ഈ കാരണം വെച്ചാൽ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും എല്ലാം തന്നെ അവരുടെ ഐഡന്റിറ്റിയൊക്കെ നോക്കിയിട്ട് അതിനെതിരെയാണ്. വേറെ ചില പടങ്ങൾ വന്നത്, ഏത് പടങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. ആ പടങ്ങൾ വന്നപ്പോ ആ പടത്തിനെതിരെയായി. ഇവിടെ എല്ലാം പ്ലേ ചെയ്യുന്ന ക്രിട്ടിക്കൽ സാധനം എന്താണ്? ഇസ്ലാമാണ്. ഞങ്ങൾ നാസ്തികരാണ് എന്ന് പറയുന്നവരുടെ അവരുടെ ഒരു നേതാവിൻ്റെ ഒരു നിലവാര തകർച്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ സിനിമയെ ഉദാഹരിച്ചുകൊണ്ടാണ് തന്നെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഭാഷയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ശശികല ടീച്ചറുടെയൊക്കെ ആ ഒരു വർത്തമാനം ഉണ്ടല്ലോ, അത്തരത്തിലൊരു വർത്തമാനം ഇദ്ദേഹം ആദ്യം തന്നെ ഉദാഹരിക്കുന്നത് പത്താൻ എന്ന് പറയുന്ന സിനിമക്കെതിരെയുടെ സംഘപരിവാർ രംഗത്ത് വന്നിരുന്നു. അത് ഷാറൂഖ് ഖാനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിരുന്നു അത്. പക്ഷേ അത് വിജയിച്ചില്ല. ആ സിനിമ വളരെ വിജയം നേടി. അത് ആ പത്താൻ എന്ന് പറയുന്ന സിനിമ ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെയൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഉദാഹരിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഈശോ എന്ന് പറയുന്ന സിനിമയാണ്. നാദിർഷ സംവിധാനം ചെയ്ത ഈശോ എന്ന് പറയുന്ന സിനിമ. അത് ഏതെങ്കിലും മതത്തിനെതിരെയല്ല, അതിലെ നായകൻ്റെ പേര് ഈശോ എന്നതാണ്. ആ ഒരു പേരിൽ തന്നെ ഒരുപാട് സിനിമകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ മറിയ മൗസേപ്പ് എന്നൊക്കെ പേരിലുള്ള സിനിമകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്തിരുന്ന വിമർശനമാണ് നാദിർഷ ഒരു സിനിമക്ക് അദ്ദേഹത്തിൻ്റെ നായകന് ഈശോ എന്ന് പറയുന്ന പേരിട്ടപ്പോൾ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നമുക്കറിയാം. ക്രിസംഖികൾ ആണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ ഇവിടുത്തെയുള്ള സാധാ ക്രൈസ്തവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അവരൊക്കെ സിനിമയെ ആ രീതിയിൽ തന്നെ കാണുന്നവരാണ്. അപ്പോൾ അത് ഇവിടെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് ആ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെയാണ് നമ്മളെല്ലാവരും നിലപാടെടുത്തത്. കാരണം ഏതെങ്കിലും ഒരു മതത്തിനെതിരെ അതിനകത്ത് ഒന്നും പറയുന്നില്ലല്ലോ. ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഈശോ എന്ന് പറയുന്നത്. അതേ പേരിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന സംവിധായകൻ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം ഇത്തരമൊരു വിമർശനം അത് മോശമാണ് എന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞു. അതിനെ ഇദ്ദേഹം വിമർശിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, വേറെ ചില സിനിമകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ സിനിമകൾക്കെതിരെയായിരുന്നു ഇവിടെയുള്ള പൊതുസമൂഹം സംസാരിച്ചത് എന്നാണ് പറയുന്നത്. ഏതായിരുന്നു ആ സിനിമ നമുക്കറിയാം. ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമ. നമുക്കറിയാം കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകൾ ഇതുപോലെ തന്നെ IAS പോയിട്ടുണ്ട് എന്ന് പറയുന്ന പച്ചക്കളവ് പറയുന്ന കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിനിമ.
ആ സിനിമയ്ക്കെതിരെ മലയാളികൾ ഒന്നടക്കം ഈ പറയുന്ന സംഘികളും കൃസംഘികളും ഈ പറയുന്ന രവിചന്ദ്രൻ്റെ ഭക്തരും ഒഴിച്ചുള്ള മലയാളികൾ മുഴുവൻ അതിനെതിരെ സംസാരിച്ചിരുന്നു. കാരണം അത് കേരളത്തെ അപമാനിക്കുന്നതാണ്. കേരളത്തെ പരിഹസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വർഗീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം 32,000 സ്ത്രീകളൊക്കെ ഇവിടുന്ന് മതം മാറ്റി ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ആ സിനിമയ്ക്കെതിരെ നിലപാടെടുത്തതിനെയാണ് ഇദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നാസ്തികർ എന്ന് പറയുന്ന നവനാസ്തികത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ ഒരു നിലവാര തകർച്ചയാണ് ഈ കാണുന്നത്. ഇതും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും സംഘപരിവാറിൻ്റെ വർത്തമാനം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തെ താങ്ങി നടക്കുന്ന ഏതെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ നിങ്ങളോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? എന്തായാലും ഇദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നതൊക്കെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. എന്തായാലും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് അതൊന്ന് കാണിക്കുക, അതൊന്ന് ചർച്ച ചെയ്യുക, അതിനുവേണ്ടി മാത്രമാണ് വന്നത്. നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.